ജനങ്ങളെ ബാധിക്കുന്ന ഓരോ വിഷയവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയാക്കിയിട്ടുണ്ട്. അതാകെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന പല വോട്ടുകളും ഇത്തവണ ഡോക്ടർ പി സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അരിവാൾ ചുറ്റിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞല്ലോ. അരിവാൾ ചുറ്റി 35,000 വോട്ടാണ് കഴിഞ്ഞ എല്ലാ പ്രയാസഘട്ടത്തിലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 35,000 വോട്ടാണ്. ആ 35,000 വോട്ട് ബിജെപിയെ പേടിച്ച് ബിജെപിയുടെ വിജയം ഭയന്ന് ഞങ്ങൾ സഹായിച്ചിട്ടാണ് ഷാഫിയും UDF-ഉം എക്കാലവും ജയിച്ചത് എന്ന തിയറി നാളെ അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ അത് പറയാൻ പറ്റില്ല. ആ ഓർമ്മ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഒരു ഓർമ്മക്കുറവില്ല, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവില്ല. നാളെ 11ാമത്തെ റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യും. ആദ്യത്തെ 10 റൗണ്ടും കഴിഞ്ഞ് 11ാമത്തെ റൗണ്ട് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഇതുവരെ ഇന്നോളം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലാത്ത വലിയൊരു ജനവിഭാഗം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കും. നേരത്തെ പറഞ്ഞതിനകത്ത് ചിഹ്നം പഠിപ്പിക്കുന്ന ഞങ്ങളെ 35,000 വോട്ടർമാരെ ചിഹ്നം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തൊക്കെ ഞങ്ങളുടെ സംഘടനാ ശരീരത്തിനുണ്ട്. ആ പണി ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഇനി അതിനപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകളും ഈ മണ്ഡലത്തിലുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ സ്റ്റെതസ്കോപ്പിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ പി സരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് വലിയ മുന്നേറ്റം, വിജയത്തിലേക്ക് ആ മുന്നേറ്റത്തെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സൃഷ്ടിച്ച ഒരു പ്രതീതി ഉണ്ടല്ലോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, BJPയും കോൺഗ്രസും മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ടും മറ്റെല്ലാ ആളുകളെ കൊണ്ടും ഇതൊരു ത്രികോണ മത്സരമാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരിക്കലും ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി പോവാണ് എന്നൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ട്. അതിനപ്പുറത്ത് ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കി ത്രികോണ മത്സരം എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും വല്ലാതെ മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 13.5 കൊല്ലത്തിനപ്പുറം ആർഷോ പറയുന്നത്. ആർഷോ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ആൾ കൂടിയാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചുമതലയുണ്ടാകാൻ. നമുക്ക് നോക്കാം. റിജിൽ മാക്കുറ്റി, നിങ്ങൾ ചേലക്കരയെ കുറിച്ച് കാണുന്ന സ്വപ്നം എന്താണ് ഈ രാത്രി? ശ്രീ നിഷാദെ, ചേലക്കരയായാലും പാലക്കാടായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്ന എന്ത് സാഹചര്യമാണ് ഈ ഗവൺമെൻറ് കാലത്ത് ഈ നാട്ടിലുണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറയണം. ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന ചില നെറേറ്റീവുകൾ അത് അവിടെ ചാനലുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് എത്തിയിട്ടില്ല. പാലക്കാട് എത്തിയത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയമാണ്. അത് ഈ 2 സർക്കാരുകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വികാരം തന്നെ അത് തന്നെയാണ് ഇവിടെ ചേലക്കരയിൽ സംഭവിച്ചിട്ടുള്ളത്.